അപ്പോൾ ഇന്നിവിടെ കൂടിയിട്ടുള്ളതിൻ്റെ മെയിനായിട്ടുള്ള കാരണം ജനറൽ ബോഡിയാണ്. അതിലുപരി HRPM എന്ന് പറയുന്ന സംഘടന എന്താണെന്നുള്ളത് പുതിയതായിട്ട് വന്നിട്ടുള്ള കുറച്ച് പേർക്ക് അറിയണം. പിന്നെ മനുഷ്യാവകാശ സംഘടനയാണ്. 1008 സംഘടനകളൊക്കെ ഈ കേരളത്തിലൊട്ടാകെ ഉണ്ട്. പേരാ സംഘടനകളൊക്കെ ഇഷ്ടം പോലെയുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഒരാളെയും കുറ്റം പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ നമ്മളൊരു കാര്യം മറ്റേ ശ്രീനാരായണ ഗുരുസ്വാമികൾ പറയുന്ന പോലെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. കാരണം ഇന്ന് രാഷ്ട്രീയ കച്ചവടമാണ്. എവിടെ നോക്കിയാലും അവനവൻ്റെ പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന രാഷ്ട്രീയ പ്രവണത. അപ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് HRPM എന്ന് പറയുന്ന സംഘടന നിലകൊള്ളുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസും, അതായത് ഇതിലൊക്കെ ആരൊക്കെയാണ് ഉള്ളത്, അതായത് ഇന്ന് വന്ന് നാളെ പോകുന്ന ടീമുകളെല്ലാം അതൊന്ന് അടിച്ചു നോക്കി സ്വയം ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കുമെന്ന് വിചാരിക്കണം. പിന്നെ നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്നോ അമിതമായിട്ടോ അല്ലെങ്കിൽ പൈസയോ വാങ്ങിച്ചിട്ടല്ല നമ്മുടെ HRPM സംഘടന മുന്നോട്ട് പോകുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു പരിപാടിക്ക് വേണ്ടി മാത്രം ഞങ്ങളൊരു ചെറിയൊരു എന്തിനതൊക്കെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും പറയാത്ത കാര്യം നമ്മൾക്ക് തുറന്ന പുസ്തകമായിരിക്കണം. തുറന്ന പുസ്തകമാകുമ്പോഴേ നമ്മൾക്കുള്ള ഒരു വിശ്വാസം നമ്മുടെ മെമ്പർമാരുടെ ഇടയിൽ അല്ലെങ്കിൽ പ്രവർത്തകരുടെ ഇടയിലേക്ക് മുന്നോട്ട് വരുള്ളൂ. അപ്പോൾ ഞങ്ങളതൊരു തീരുമാനമെടുത്തു. ഇന്നത്തെ ബഡ്ജറ്റിനുള്ള ചിലവ് എത്രയാണോ അതിനുള്ള പൈസ മാത്രം ഞങ്ങൾക്ക് മതി, അത്ര മതി, അതോടെ ക്ലോസ്. ഇനിയിപ്പോൾ അടുത്ത പരിപാടികൾ HRPMൻ്റെ കൂടുതൽ വിശദീകരണം സെക്രട്ടറി അത് വിവരിക്കും. എന്ത് തന്നെയാണെങ്കിലും ഞാനിപ്പോൾ 2ാമത്തെ വർഷത്തിലാണ് പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിലും നമ്മളൊരു ഇത് വെക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിമകളെ പോലെ ആകാൻ താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പാർട്ടിയൊക്കെ നോക്കുമ്പോൾ അടിമകളാണ്. കാരണം ഞാൻ തന്നെ നേതാവ്, ഞാൻ തന്നെ പ്രസിഡന്റ്, ഞാൻ തന്നെ സെക്രട്ടറി, ആ ശൈലിയിലേക്ക് പോകാൻ താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പൊളിച്ചെഴുത്തും വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ജനറൽ ബോഡി യോഗത്തിൽ നമ്മളൊരു തീരുമാനം എടുക്കുന്നത് അടുത്ത ജില്ലാ പ്രസിഡന്റിലേക്ക് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വരാം. അത് 2 കൈ നീട്ടി നിങ്ങൾ തന്നെ വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതേപോലെ തന്നെയാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക്. അതേപോലെ തന്നെ ഇപ്പോൾ ഇരിക്കുന്ന മുഴുവൻ സെക്ഷനും ഒന്ന് പൊളിച്ചെഴുത്താൻ ഞങ്ങൾ തീരുമാനിക്കുന്നത്. അത് നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടെ നമുക്കത് മുന്നോട്ട് പോകാം. HRPMൻ്റെ ചെറിയ കുറേ വിശദീകരണങ്ങൾ എന്തായാലും സാറ് പറയും. എന്ത് തന്നെയാണെങ്കിലും HRPM ഇപ്പോൾ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ, ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സാധാരണക്കാരൻ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ പിന്നാലെ ഒരു കോള് വന്നു കഴിഞ്ഞാൽ ആ സാധാരണക്കാരൻ്റെ അവസ്ഥ കട്ടപ്പോകാം. ഇന്നിപ്പോൾ ഒരു നോട്ടീസ് ഇവിടെ കിട്ടി. അപ്പോൾ എത്രയോ വർഷങ്ങളായി ഇല്ലേ, എത്രയോ വർഷങ്ങളായി നമ്മളിവിടെ MLAയും MP-യെയും എത്രയോ മന്ത്രിമാരെ നമ്മുടെ സംഭാവന നമ്മൾ ചെയ്ത് എത്രയോ MLAമാർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഞാൻ 13 തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ഒരാളാണ്. 2 പ്രാവശ്യം ലോകസഭ, 2 പ്രാവശ്യം നിയമസഭ, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്. ഇപ്പോൾ ഇത്രയും വർഷം മത്സരിക്കുമ്പോൾ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിൻ്റെയും പിന്താങ്ങിയിട്ടില്ല. ഒരിക്കൽ മാത്രം ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചു. അപ്പോൾ ഞാൻ ഇവരോടൊക്കെ ഒരു പോയിന്റുകളെ ഞാൻ പറയാറുള്ളൂ. എന്താ പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ, ഒരു MLAയുടെ ശമ്പളം ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഒരാൾ പോലും ചോദിച്ചിട്ടില്ല. ഒരു MLAയുടെ മിനിമം ശമ്പളം വന്നിട്ട് 1 ലക്ഷം രൂപയാണ്. അലവൻസ് ഉൾപ്പെടെ കിട്ടുന്നത് 1.5-2 ലക്ഷത്തിൻ്റെ അടുത്ത് വരും. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം. അപ്പോൾ ഞാൻ ഈ എല്ലാ ഇലക്ഷനിലും ഇതുപോലെ അഭ്യർത്ഥന നോട്ടീസിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഞാൻ പറയും, എനിക്ക് കിട്ടുന്ന മുഴുവൻ ശമ്പളവും എല്ലാ വാർഡിലേക്കും, അല്ലെങ്കിൽ എൻ്റെ വാർഡിൽ ഞാൻ ജയിച്ച മണ്ഡലത്തിൽ സാധാരണക്കാരെ സെലക്ട് ചെയ്തിട്ട് എല്ലാ മാസവും ഓരോ വീടുകളിൽ കൊണ്ടെത്തിക്കാമെന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു വാക്ക് പറയാൻ ഈ അടുത്ത കാലത്ത് രാഷ്ട്രീയം പറയല്ല, സുരേഷ് ഗോപി സാറെ മാത്രമേ കണ്ടുള്ളൂ. ശമ്പളം വേണ്ടാന്നാണ് പറഞ്ഞു. പക്ഷേ അത് പറയുന്നതിനെക്കാട്ടി അദ്ദേഹത്തിന് ഒരു വാക്ക് പറയായിരുന്നു, ആ ശമ്പളം ഗവൺമെൻറ്റിൽ തന്നെ വീണ്ടും തീറ്റിപ്പോറ്റിക്കുകയാണ്. അത് ശരിയല്ല. അതിന് പകരം ആ ഫണ്ട് വാങ്ങിച്ചുകൊണ്ട് അത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാഷ്ട്രീയം ഒരു ബിസിനസ്സല്ല, രാഷ്ട്രീയം ഒരു സേവനമാണെന്ന് ജനങ്ങൾ എന്തുകൊണ്ട് തിരിച്ചറിയാൻ പറ്റാത്തതെന്നുള്ളത് നമ്മളിൽ ഇതായിരിക്കണം. ഞാൻ ചോദിക്കുന്നത് രാഷ്ട്രീയം അതും ആയിക്കോട്ടെ. ഇപ്പോൾ ഞാൻ തുടക്കം കുറിച്ച ഒരു പോലീസ് സ്റ്റേഷനിലൊരു കാര്യമാണ്. ഇപ്പോൾ അടുത്ത കാലത്ത് എത്രയോ കേസുകൾ, ഇപ്പോൾ അട്ടപ്പള്ളം എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിലുള്ള അട്ടപ്പള്ളത്തിൽ 41 പോസ്കോ കേസുകളുണ്ട്. 41 പോസ്കോ കേസുകൾ. ഈ 41 പോസ്കോ കേസുകളിൽ ഒരാളെയെങ്കിലും ശിക്ഷിക്കാൻ എൻ്റെ നാട്ടിലെ പഞ്ചായത്തുണ്ട്, കോടതിയുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, MLA ഉണ്ട്, പോലീസുകാരുണ്ട്, പട്ടാളമുണ്ട്. എന്തുകൊണ്ട് സാധ്യമാവുന്നില്ല? അപ്പോൾ അതും ഒരു കച്ചവടത്തിൻ്റെ ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഈ അട്ടപ്പള്ളം എന്ന് പറയുന്നത്. അവിടെ 14 പോസ്കോ കേസ് വേറെ. അപ്പോൾ ഒരാളെ പോലും ശിക്ഷിക്കപ്പെടുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു വാർത്ത കണ്ടത്, ഒരു 6, 7, 8 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട്
അവനെ ഫ്രീ ആയിട്ട് വിടുന്ന എൻ്റെ നാട്ടിലെ കാഴ്ചപ്പാട്, എൻ്റെ രാജ്യത്തിൻ്റെ നിയമം എവിടേക്കാണ് പോകുന്നതെന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത് എന്താ പറയുക, നിങ്ങൾ ആർക്ക് വേണമെങ്കിലും വോട്ട് ചെയ്തു, രാജ്യത്തിന് അല്ലെങ്കിൽ സമൂഹത്തിന് നന്മയുള്ള എന്തെങ്കിലും ഒരു ഗുണം കിട്ടുക, അടിമയാവരുത്. എനിക്കിത്രേ പറയാനുള്ളൂ. രാഷ്ട്രീയ അടിമയാവാതെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ വോട്ട് ചെയ്ത് അവർ ജയിപ്പിച്ചോളൂ, ഒരു കുഴപ്പമില്ല. പക്ഷേ HRPM എന്നും പറയുന്ന സംഘടന ഈ മൂന്ന് രാഷ്ട്രീയ പാർട്ടി നമുക്കിവിടെ ആർക്ക് വേണമെങ്കിൽ സ്വാഗതമാണ്. കാരണം നന്മ ചെയ്യാൻ താല്പര്യമുള്ള ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ പല കേസുകളും ചെയ്തുകൊണ്ട് എത്രയോ ഫാമിലിക്ക് സാറുമായിട്ടും ഞാനൊരു ഷൂട്ടിന് പോകുമ്പോഴൊക്കെ സാറ് ഒറ്റയ്ക്ക് പോയി ബസ്സിൽ പോയി ആ ഫാമിലിക്ക് വേണ്ടി സ്റ്റേഷനിൽ കയറി, പഞ്ചായത്തിൽ കയറി, വില്ലേജിൽ കയറി, 1 രൂപ പോലും അവരുടെ കയ്യിൽ നിന്ന് ഒരു ചായ പോലും വാങ്ങിച്ചു കൊടുക്കാതെ, അതൊന്നും നമ്മൾ പരസ്യപ്പെടുത്തുന്നില്ല, കാരണം പരസ്യപ്പെടുത്തേണ്ട കാര്യമല്ല. പക്ഷേ ഞാനിപ്പോൾ പലപ്പോഴും നോക്കുമ്പോൾ ഇന്ന് നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ഈ പാലക്കാട് ജില്ലയിൽ ഞങ്ങളുണ്ടായിട്ടും നമ്മുടെ 250 മെമ്പർമാരുണ്ട് അല്ലേ സാർ? മെമ്പർഷിപ്പ് കാർഡ് എടുത്തുള്ള 250 പേര്, ഇന്ന് 15 ആൾ പുതിയ ആൾക്കാർ, എൻ്റെ ആൾക്കാർ. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 1 മണിക്കൂർ കളയാൻ. ഇന്നിപ്പോൾ ഒരു പാർട്ടിയുടെ ഒരു പരിപാടിയാണെങ്കിലോ എല്ലാവരും ഓക്കെയാണ്, സുഖസുന്ദരമായി പച്ചവെള്ളം പോലും കിട്ടില്ല എന്നാലും കൊടി പിടിച്ച് ഈ എന്തോ പറഞ്ഞ് നിൽക്കാൻ തയ്യാറാണ്. അതെന്തുകൊണ്ടാണ്? അപ്പോൾ നന്മയ്ക്ക് കൂട്ടു നിൽക്കാൻ നമ്മൾ കുറച്ച് പേരെങ്കിലും ഉണ്ടാവണ്ടേ? ആ കുറച്ച് പേരിൽ നിങ്ങളും ഭാഗമായി എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായി തന്നെയാണെങ്കിലും HRPM ഒരു സാധാരണക്കാരൻ്റെ കൂടിയാണ്. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധികൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ വരുന്നത് പുരുഷന്മാർക്കുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ സ്ഥലം, സാധാരണ ഒരു മണ്ണാർക്കാടുള്ളൊരു കേസ്, സ്ഥലം കയ്യേറിയിട്ട് പണമുള്ളവർ എന്തും ചെയ്യാമെന്നുള്ളൊരു ഹുങ്ക് വരുന്നുണ്ട്. അപ്പോൾ നന്മയ്ക്ക് മാത്രം കൂട്ടു നിൽക്കാൻ അല്ലെങ്കിൽ ഒരു തെറ്റിന് പ്രതികരിക്കാൻ നമ്മൾ സമൂഹം അല്ലെങ്കിൽ സമുദായം താഴെത്തട്ടിലേക്ക് പോകുമ്പോഴാണ് HRPM എന്ന് പറയുന്ന സംഘടന മുന്നോട്ട് വരുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ പരിസരത്ത് പല പ്രതിസന്ധികളുണ്ട്, പല വിഷമങ്ങളുണ്ട്, പല ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്യാൻ ഒരു പക്ഷേ നാളെ ഓടി വന്നിട്ട് 10 ലക്ഷം വേണം പറഞ്ഞാലൊന്നും കിട്ടില്ല കേട്ടോ, ഉള്ള കാര്യം പറയാം. നിയമപരമായിട്ട് നിങ്ങൾക്ക് എത്ര വലിയ കേസായിക്കോട്ടല്ലേ, ഈ രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള നിയമപരമായിട്ടുള്ള എന്ത് കേസോ നിങ്ങളുടെ ഭാഗത്തൊരു കുറ്റമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിയമപരമായിട്ട് എത്ര വലിയ കേസുകളാണെങ്കിലും അതൊക്കെ പുഷ്പം പോലെ HRPM സംഘടന അത് നിങ്ങൾക്ക് വേണ്ടി നന്മയ്ക്ക് വേണ്ടി നിൽക്കുമെന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്ത് തന്നെയാണെങ്കിലും പാലക്കാടിൻ്റെ ഇന്നത്തെ ജനറൽ ബോഡി യോഗത്തിൽ നിങ്ങളോട് എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്മകളും സ്നേഹവും കടപ്പാട് അറിയിക്കുകയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.